ഐശ്വര്യത്തിന്റെ ദേവതയാണ് ശ്രീ മഹാലക്ഷ്മി. ധനം, സമൃദ്ധി, വിജയം, സൗന്ദര്യം, സന്തോഷം തുടങ്ങിയ അഷ്ടൈശ്വര്യങ്ങളുടെയും അതിദേവത. എന്നാൽ ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീലക്ഷ്മി ഒരിടത്തും സ്ഥിരമായി വാഴില്ല. ചഞ്ചല എന്നൊരു വിശേഷണം പോലും ലക്ഷ്മി ദേവിക്കുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിന് പോലും ലക്ഷ്മീ വിരഹമുണ്ടായതായി പുരാണങ്ങൾ പറയുന്നു. ഈ വിശ്വാസം തന്നെയാണ് മഹാലക്ഷ്മി മുഖ്യപ്രതിഷ്ഠയായുള്ള ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ തന്നെ അത്യപൂർവമാകാൻ കാരണം. എന്നാൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട റൂട്ടിൽ ചൊവ്വൂർ എന്ന ഗ്രാമത്തിൽ ഈ വിശ്വാസത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് ഒരു അപൂർവ ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു. അതാണ് ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം. കേരളത്തിൽ മഹാലക്ഷ്മി ദേവിക്ക് മാത്രമായി മുഖ്യപ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമെന്ന ഖ്യാതി ഇതിനുണ്ട്. കേരളത്തിൽ തന്നെ അപൂർവം മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിലുമായ ഈ ക്ഷേത്രം വളരെ വിശേഷപ്പെട്ട താന്ത്രിക വിധികളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. കേരളത്തിൽ തന്നെ ശ്രീവിദ്യാതന്ത്രമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മഹാലക്ഷ്മി ക്ഷേത്രം. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഈ നാട്ടിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗത്തു നിന്നും പല അനവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്താറുണ്ട്. തൃശൂർ നഗരത്തിൽ നിന്ന് കേവലം 7 കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഒരു ആരാധനാലയം എന്നതിലുപരി ഭക്തരുടെ ആശ്രയവും ചരിത്രപരമായ നിരവധി പ്രത്യേകതകളും പേറുന്ന ഒരു പുണ്യസങ്കേതമാണ്. ചൊവ്വൂർ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠാഭാവം അതീവ വിശേഷപ്പെട്ടതാണ്. പാലാഴി മഥനം കഴിഞ്ഞ് ഉയർന്നുവരുന്ന ലക്ഷ്മി ദേവിയുടെ മനോഹര രൂപമാണിത്. ചതുർഭുജങ്ങളോടുകൂടിയ ദേവി ചെന്താമരപ്പൂവിൽ നിൽക്കുന്ന ഭാവത്തിലാണ് ഇവിടെ വിരാജിക്കുന്നത്. ദേവി ഉയർത്തിപ്പിടിച്ച ഇരു കരങ്ങളിലും താമരമലരുകൾ ധരിച്ചിരിക്കുന്നു. ശുദ്ധിയുടെയും ബ്രഹ്മാണ്ടത്തിന്റെയും പ്രതീകമായ താമര ലൗകിക ജീവിതത്തിലെ മാലിന്യങ്ങളിൽ നിന്ന് അകന്ന് വിരിഞ്ഞു നിൽക്കുന്ന ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. താഴത്തെ കരങ്ങളാൽ ദേവി വരദാഭയ മുദ്രകൾ കാണിക്കുന്നു. വരദമുദ്ര അനുഗ്രഹത്തെയും ആഗ്രഹപൂർത്തീകരണത്തെയും കുറിക്കുമ്പോൾ അഭയമുദ്ര ഭയത്തിൽ നിന്നുള്ള മോചനത്തെയും സംരക്ഷണത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് ഭക്തർക്ക് അഭിവൃദ്ധിയും ഒപ്പം സംരക്ഷണവും നൽകുന്ന ഒരമ്മയുടെ ഭാവം ഇതിലൂടെ സങ്കല്പിക്കപ്പെടുന്നു. ചെന്താമരയിൽ നിൽക്കുന്ന ഈ രൂപം ഉദയസൂര്യനെതിരൊളി ചൊരിഞ്ഞ് പ്രഭാതത്തിലെ സൂര്യനെ പോലെ ലോകത്തിന് ഐശ്വര്യം ചൊരിയുന്ന ഒരമ്മയുടെ മനോഹരമായ ഭാവത്തെയാണ് വെളിവാക്കുന്നത്. ചതുർഭുജങ്ങളോട് കൂടിയ ഈ രൂപം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പത്നിയായ വൈകുണ്ഠലക്ഷ്മിയുടേതിന് സമാനമാണ്. ഈ സങ്കല്പത്തിൽ തന്നെ ഐശ്വര്യത്തിന്റെ പരമോന്നത ഭാവം ദർശിക്കാൻ സാധിക്കുന്നു. ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠയായ മഹാലക്ഷ്മി ദേവിക്ക് പുറമെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഉപദേവതാ സങ്കല്പങ്ങൾ ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉറപ്പാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. ഇത് സമ്പൂർണമായ ഐശ്വര്യത്തിനായിട്ടുള്ള ഒരാത്മീയ കൂട്ടായ്മയാണ്. വിഘ്നവിനാശകനായ ശ്രീ ഗണപതിയാണ് ഇതിൽ പ്രധാനം. ഏതൊരു കാര്യത്തിനും തടസ്സമില്ലാത്ത തുടക്കം ലഭിക്കുന്നതിനായി ഗണപതിയെ ആദ്യം ആരാധിക്കുന്നു. ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി ദിനത്തിൽ നടത്തുന്ന അപ്പമൂടൽ പോലുള്ള വിശേഷാൽ പൂജകൾ ഗണപതി സങ്കല്പത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ കലികന്മഷഹരനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം ഭക്തരുടെ മാനസികവും ആത്മീയവുമായ ശുദ്ധീകരണത്തിന് സഹായിക്കുന്നു. മണ്ഡലകാലത്തെ ദേശവിളക്ക് മഹോത്സവം അയ്യപ്പ സങ്കല്പത്തിന് ഊന്നൽ നൽകുന്നു. സമ്പത്ത് നിലനിൽക്കുന്നതിനും അടുത്ത തലമുറ സുരക്ഷിതരായിരിക്കുന്നതിനും വേണ്ടി സന്താന പരമ്പരകളുടെ സംരക്ഷണാർത്ഥം നാഗദേവതകളെയും ഇവിടെ ആരാധിക്കുന്നു. ഈ ലക്ഷ്മീധാമത്തിൽ ഈ സങ്കല്പം ഏറെ പ്രധാനമാണ്. അവസാനമായി ദമ്പതി ബ്രഹ്മരക്ഷസുകളുടെ പ്രതിഷ്ഠ കുടുംബൈക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ളതാണ്. ഈ രക്ഷസുകൾക്ക് നാട്ടിലെ പശുപക്ഷി സംരക്ഷണത്തിന്റെ ചുമതല കൂടിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു ദേവാലയം കേവലം മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് പ്രകൃതിയുടെയും സകല ജീവജാലങ്ങളുടെയും സംരക്ഷണത്തിനുള്ള ഇടം കൂടിയാണ് എന്ന മഹത്തായ സന്ദേശമാണ് ഈ സങ്കല്പം നൽകുന്നത്. ചുരുക്കത്തിൽ ഈ ഉപദേവതകളുടെ എല്ലാം സാന്നിധ്യം ധനം, വിജയം, സംരക്ഷണം, മാനസിക ശുദ്ധി, കുടുംബൈക്യം, പ്രകൃതി സംരക്ഷണം എന്നിവയിലൂടെ ലക്ഷ്മീ ദേവിയുടെ അനുഗ്രഹം സമ്പൂർണ്ണമാകാൻ അനിവാര്യമായ എല്ലാ ഘടകങ്ങളെയും ഒന്നിപ്പിക്കുന്നു. ചൊവ്വൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം ഈ നാടിന്റെ സാംസ്കാരിക പൈതൃകവുമായി ഇഴചേർന്ന് കിടക്കുന്നു. ഇതിന്റെ തുടക്കം ഒരു സ്വയംഭൂ പ്രതിഷ്ഠയിലാണ്. തൃശൂരിലെ ചൊവ്വൂർ ഇന്ന് ഒരു അർബൻ വില്ലേജാണ്. ദിനംപ്രതി കോടിക്കണക്കിന് രൂപയുടെ വിനിമയം നടക്കുന്ന ഒരു ഫർണിച്ചർ വ്യാപാര പട്ടണമായി ഇത് വളർന്നു. ഈ വളർച്ചയുടെ വേരുകൾ കിടക്കുന്നത് ചരിത്രത്തിലാണ്. പരശുരാമൻ കേരളം സൃഷ്ടിച്ചപ്പോൾ കച്ച്, ഗുജറാത്ത് പ്രദേശത്തു നിന്നുള്ള ബ്രാഹ്മണരെയാണ് ഇവിടെ അധിവസിപ്പിച്ചത് എന്നത് ഒരു ഐതിഹ്യമാണ്. ഈ പാരമ്പര്യത്തിന്റെ പിൻതലമുറക്കാർ കച്ചവടത്തിനായി ചൊവ്വൂർ ദേശത്ത് ചിറ്റൂർമന, കരിപ്പേരിമന വകഭൂമിയിൽ താമസിച്ചിരുന്നു.
അവർ കച്ചവടത്തിൽ ഐശ്വര്യം ലഭിക്കുന്നതിനായി തങ്ങളുടെ പരദേവതയായ ലക്ഷ്മി ദേവിയെ നിത്യവും ആരാധിച്ചിരുന്നു. അവർ പിന്നീട് പോയതിനു ശേഷം കരിപ്പേരിമന പറമ്പിലെ പുല്ലാനിക്കാട്ടിൽ ഒരു പ്രത്യേക ദേവീ ചൈതന്യം നാട്ടുകാർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. മനക്കാരും കരപ്രമാണിമാരും ചേർന്ന് നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നത്തിലാണ് ഇത് സ്വയംഭൂവായ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യമാണെന്ന് തീർച്ചപ്പെടുത്തിയത്. ഐശ്വര്യത്തിന്റെ ദേവത ഒരു കച്ചവട കേന്ദ്രമായി വളരുന്ന ഈ ദേശത്ത് സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടു എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പുരാതന കാലത്ത് ഗുജറാത്തിലെ കച്ച് ദേശത്തു നിന്നും ഈ ചൊവ്വുള്ള ഊരായ ചൊവ്വൂരിൽ വന്നു ചേർന്ന വ്യാപാരികൾ ഇവിടെ അവരുടെ വ്യാപാര അഭിവൃദ്ധിക്ക് വേണ്ടി ഭഗവതിയെ ആരാധിച്ചു. കരിപ്പേരി ഇല്ലവുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ ഭൂപ്രദേശം, കുറ്റിക്കാടുകളും പാറക്കല്ലുകളും നിറഞ്ഞ ഒരു ഭൂമി. ആ ഭൂമിയിൽ വിളക്ക് തെളിയിച്ച് അവർ അവരുടേതായ വ്യാപാരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ കാലം അഭിവൃദ്ധിയുടെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച അവർ കാലാന്തരത്തിൽ വ്യാപാരാദി കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. പക്ഷേ ഈ ദേശത്ത് ആ ദേവീ ചൈതന്യം പ്രകൃതിയിൽ നിറഞ്ഞു നിന്നു. അനവധി അനുഭവങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ചൊവ്വൂർ ദേശത്തിലെ ആളുകൾക്കുണ്ടായി. വിചിത്രമായ ആ അനുഭവങ്ങളുടെ കാരണം എന്താണെന്നറിയാൻ ദേവപ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഈ പ്രദേശത്ത് സാക്ഷാൽ ഭഗവതിയുടെ ശ്രീ മഹാലക്ഷ്മി സ്വരൂപം വളരെ വ്യക്തമായി തന്നെ തെളിഞ്ഞു കാണുന്നു എന്ന് മനസ്സിലാക്കിയത്. അന്നത്തെ ചൊവ്വൂർ ദേശത്തിലെ ഗ്രാമീണരായിരിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ഭഗവതിയെ ഇവിടെ കുടിയിരുത്തി ഒരു ക്ഷേത്ര സങ്കല്പത്തിൽ ആരാധിച്ചാൽ ഈ ദേശത്തിന് അഭിവൃദ്ധി ഉണ്ടാവും എന്ന് മനസ്സിലാക്കി ദേവപ്രശ്ന വിധിപ്രകാരം കണ്ട ആ ദേവതാ ചൈതന്യത്തെ കുടിയിരുത്തുന്നതിന് വേണ്ടി അന്നത്തെ കാലത്തെ ശ്രീവിദ്യാ സമ്പ്രദായം അനുഷ്ഠിച്ചു വരുന്ന വെള്ളത്തിട്ട് കിഴക്കേടത്ത് മന എൻ്റെ ഇല്ലത്തേക്ക് അന്ന് ഈ ചൊവ്വൂർ ദേശത്തിലെ എല്ലാവരും എത്തിച്ചേർന്നു. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ സവിശേഷത ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികളുടെ വിശേഷ തന്ത്രവിധിയായ ശ്രീ വിദ്യാതന്ത്രപ്രകാരം ഇവിടെ ഉപാസനകൾ നടക്കുന്നു എന്നതാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൊതുവെ പ്രചാരത്തിലുള്ള താന്ത്രിക വിധികൾക്കപ്പുറം ഈ വിദ്യ തന്ത്രവിധി ഉപാസനയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ക്ഷേത്രത്തിന്റെ ആദ്യ പ്രതിഷ്ഠ നടന്നത് 1975-ലാണ്. വെള്ളത്തിട്ട് കിഴക്കേടത്ത് മനയ്ക്കലെ മഹർഷി ശ്രീ വിരൂപാക്ഷൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ശ്രീ വിദ്യാതന്ത്ര വിധിപ്രകാരം പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നത്. ഈ മനയ്ക്ക് ലക്ഷ്മി സാന്നിധ്യത്തിൽ 1000ഓളം വർഷം പഴക്കമുള്ള യാഗാഗ്നിയുടെ പുണ്യമുണ്ട്. ഈ പുണ്യത്തിൽ ആറാടിയാണ് ചൊവ്വൂരിലെ മഹാലക്ഷ്മി പ്രതിഷ്ഠ നടന്നത്. തുടർന്ന് 1996 മെയ് 19 ബ്രഹ്മശ്രീ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠയും 2019 ജൂലൈ 8 പുതിയ ശ്രീകോവിലേക്ക് മാറ്റിപ്രതിഷ്ഠയും നടന്നു. ഈ 3 പ്രതിഷ്ഠകളിലും വെള്ളത്തിട്ട് കിഴക്കേടത്ത് മനയ്ക്കലെ തന്ത്രിമാർക്ക് വലിയ പങ്കുണ്ട്. നിലവിൽ ബ്രഹ്മശ്രീ ബ്രഹ്മദത്തൻ തിരുമേനിയുടെ പുത്രൻ ഭാഗവത ശ്രീമാധവൻ കിഴക്കേടത്താണ് തന്ത്രിസ്ഥാനം വഹിക്കുന്നത്. ശ്രീ വിദ്യാതന്ത്രം എന്നത് ഉപാസനയ്ക്ക് പ്രാധാന്യം നൽകുന്നതും ദേവിയെ മാതൃഭാവത്തിൽ ആരാധിക്കുന്നതുമായ ഒരു സമ്പ്രദായമാണ്. ഇത് ക്ഷേത്രത്തിന്റെ ആത്മീയ തലത്തെ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജാതി മത ഭേദമന്യേയുള്ള നാട്ടുകാരുടെ പങ്കാളിത്തം. കരിപ്പേരി മനയിൽ വെച്ച് പ്രശ്നം വെച്ച് ദേവീ ചൈതന്യം മഹാലക്ഷ്മിയുടേതാണെന്ന് ഉറപ്പിച്ചപ്പോൾ ആ ദേവിയെ പ്രതിഷ്ഠിക്കാനിറങ്ങി തിരിച്ചത് നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായിരുന്നു. തറവാട്ട് കാരണവന്മാരും ബ്രാഹ്മണരും നായന്മാരും വിശ്വകർമ്മജരും ഈഴവരും ഹരിജനങ്ങളും മാത്രമല്ല ക്രൈസ്തവ വിശ്വാസികൾ പോലും ഈ ഉദ്യമത്തിൽ പങ്കുചേർന്നു. പിടിയരി പിരിച്ച് സ്വരൂപിച്ച കാണിക്കകൾ കൊണ്ടാണ് ആദ്യത്തെ ചെറിയ ക്ഷേത്രസങ്കേതം ഒരുക്കിയത്. ഇന്നത്തെ കാലത്ത് മതസൗഹാർദ്ദത്തിനും സാമൂഹിക ഐക്യത്തിനും വലിയ പ്രാധാന്യം നൽകുമ്പോൾ ചൊവ്വൂർ മഹാലക്ഷ്മി ക്ഷേത്രം ഒരു കാലഘട്ടത്തിന്റെ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു. കേരളത്തിന്റെ ആചാര പ്രമാണങ്ങൾ പിന്തുടർന്നുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥർക്കും പ്രവേശനം സാധ്യമായ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. ഒരു ദേവാലയം ഒരു ജനതയുടെ പൊതുസ്വത്താണ്. ഐശ്വര്യത്തിന്റെ വാതിൽ എല്ലാവർക്കും ഒരുപോലെ തുറന്നിട്ടിരിക്കുന്നു എന്ന സന്ദേശമാണ് ഈ ചരിത്രം നൽകുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിലനിർത്തുന്നതിൽ വലിയ പങ്കുണ്ട്. അഷ്ടൈശ്വര്യവും അഭിവൃദ്ധിയും പ്രാപ്തമാക്കാൻ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന
ശ്രീലക്ഷ്മി കുബേര പൂജ അത്യുത്തമമാണ്. ലക്ഷ്മി ദേവിയോടൊപ്പം ധനത്തിന്റെ അധിപനായ കുബേരനെയും ആരാധിക്കുന്ന ഈ പൂജ ധനത്തെ ആകർഷിക്കാനും അത് നിലനിർത്താനും സഹായിക്കുന്നു. ലക്ഷ്മി ഐശ്വര്യമാണ്. കുബേരൻ ആ ഐശ്വര്യത്തിന്റെ ഭണ്ഡാര സൂക്ഷിപ്പുകാരനാണ്. അതിനാൽ ഈ രണ്ട് ദേവതകളെയും ഒരുമിച്ച് പൂജിക്കുന്നത് സമ്പത്തിന്റെ വരവിനും ഒപ്പം സ്ഥിരതയ്ക്കും കാരണമാകുന്നു. മുൻകൂട്ടി അറിയിച്ചാൽ ഭക്തജനങ്ങളുടെ ആവശ്യാനുസരണം ഈ പൂജ നടത്താൻ സാധിക്കും. ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നിത്യചൈതന്യം നിലനിർത്തുന്നതിൽ അവിടുത്തെ ചിട്ടയായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. ഓരോ മലയാള മാസത്തിലെയും 1-ാം തീയതി തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നുവരുന്നു. ഇത് ക്ഷേത്രത്തിന്റെ ആത്മീയ ഊർജത്തെ പുതുക്കി നിലനിർത്തുന്നു. ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ 38 വെള്ളിയാഴ്ചകളിൽ അഖണ്ഡ നാമജപം നടത്തുന്നത് ദേവീ ചൈതന്യം വർദ്ധിപ്പിക്കാനും ഭക്തർക്ക് അനുഗ്രഹം നേടാനും സഹായിക്കുന്നു. കൂടാതെ ദുരിതങ്ങൾ അകറ്റുന്നതിനും വിഘ്നങ്ങൾ നീക്കുന്നതിനും ഉത്തമമായ ചടങ്ങുകൾ കർക്കിടക മാസത്തിൽ മുഴുവൻ ദിവസവും ആചരിക്കുന്നു. മണ്ഡലകാലത്ത് നടത്തപ്പെടുന്ന ദേശവിളക്ക് മഹോത്സവം സാമൂഹികമായ ഒരുമയ്ക്കും ദേശത്തിന്റെ പൊതുവായ ഐശ്വര്യത്തിനും വേണ്ടിയുള്ളതാണ്. എല്ലാ മാസവും 38 വെള്ളിയാഴ്ച നാമജപം നടത്തുന്നുണ്ട്. എല്ലാ പരിപാടികളും നല്ല ഭംഗിയോടുകൂടി നടത്താറുണ്ട്. പിന്നെ ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ അന്യനാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട്, പുറം നാട്ടിൽ നിന്നും വരുന്നുണ്ട്. അവർക്കൊക്കെ നല്ല അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. കേരളത്തിലെ ഏക മഹാലക്ഷ്മി ക്ഷേത്രമാണ്. അതിലുപരി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആരാധിച്ചു വരുന്ന ശാന്തസ്വരൂപിണിയായ ദേവിയാണ് ഇവിടെ കുടിയിരുത്തിയിട്ടുള്ളത്. ഈ നിത്യനിദാന ചിട്ടവട്ടങ്ങളും വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിന്റെ ആത്മീയ ഊർജത്തെ നിരന്തരം പോഷിപ്പിക്കുകയും ചഞ്ചലയല്ലാത്ത സ്ഥിരലക്ഷ്മിയുടെ സാന്നിധ്യം ഇവിടെ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം ചൊവ്വൂർ വെറുമൊരു ക്ഷേത്രമല്ല, അത് കേരളത്തിൽ ഐശ്വര്യത്തിന്റെ അത്യപൂർവമായ ഒരു കേന്ദ്രമാണ്. ഒരു സ്വയംഭൂ ചൈതന്യത്തിന്റെ കഥയാണ്. ശ്രീ വിദ്യാതന്ത്രത്തിന്റെ ആഴമേറിയ ഉപാസനാ രഹസ്യമാണ്. ഒപ്പം ജാതി മതഭേദമന്യേ ഒരു സമൂഹം ഒത്തൊരുമിച്ച ചരിത്രമാണ്. അതിരുകളില്ലാത്ത ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ആശ്രിത വത്സലയായി, അദ്വൈതാമൃത വർഷിണിയായി, അഖണ്ഡാനന്ദ ചിദ്രൂപയായി വിരാജിക്കുന്ന ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ഈ ദിവ്യധാമം ഭൗതികമായ സമ്പത്തിനപ്പുറം ആത്മീയമായ ഐശ്വര്യവും മാനസിക സന്തോഷവും പ്രദാനം ചെയ്യുന്നു. പുതിയ ശ്രീകോവിലും ചുറ്റമ്പലവും വിളക്കുമാടവും നടപ്പുരയുമെല്ലാം ചിട്ടയോടെ പൂർത്തിയാക്കി വളർച്ചയുടെ പാതയിലേക്കുള്ള ഈ ക്ഷേത്രം വരും തലമുറകൾക്ക് ഐശ്വര്യത്തിന്റെ വിളക്കു വെളിച്ചമായി എന്നും നിലകൊള്ളും. സമ്പത്തിന്റെ ചഞ്ചല സ്വഭാവത്തിൽ മനം മടുത്തവർക്കും ജീവിതത്തിൽ സ്ഥിരമായ ഐശ്വര്യവും സന്തോഷവും ആഗ്രഹിക്കുന്നവർക്കും ചതുർഭുജങ്ങളോടുകൂടിയ ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ സവിധം ഒരാത്മീയ അഭയ കേന്ദ്രമാണ്. അഷ്ടൈശ്വര്യപ്രദായിനിയായ അമ്മയുടെ ദിവ്യധാമത്തിലേക്കെത്തി ആത്മീയമായ ശാന്തിയും ഭൗതികമായ സമൃദ്ധിയും ഒരുപോലെ നേടാൻ ഓരോ വിശ്വാസിക്കും സാധിക്കട്ടെ.